ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, ഹിന്ദുവിരുദ്ധത എത്രത്തോളം ആകാമെന്നാണ് ഈ കേരള സംസ്ഥാന ലോട്ടറിയുടെ സുവർണ കേരള ലോട്ടറിയിൽ അച്ചടിച്ചിരിക്കുന്ന പടത്തിലൂടെ മനസ്സിലാകുന്നത്? ശിവലിംഗത്തിൽ ആർത്തവരക്തം വീഴുന്ന രീതിയിലാണ് ഈ ചിത്രം. ലളിതകലാ അക്കാദമിയിലെ ഒരു ആർട്ടിസ്റ്റ് വരച്ചതാണ് ഈ ചിത്രം എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ശ്രീമതി ശശികല ടീച്ചർ? അത്യന്തം നിന്ദ്യമായ ഈ നടപടി ഭക്തജന സമൂഹത്തെ വേദനിപ്പിക്കാൻ മാത്രമല്ല, പറ്റുമെങ്കിൽ ഒരു വർഗീയ കലാപം ഒപ്പിച്ചെടുക്കുക എന്ന ദുരുദ്ദേശം കൂടി സർക്കാരിനുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. കാരണം അളയൽ കുത്തിയാൽ ചേരയും കടിക്കുമെന്നാണല്ലോ. അത്തരത്തിലൊരു അളയൽ കുത്തലാണ് ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രതികരിച്ച് ഒരു വർഗീയ കലാപം ഉണ്ടാക്കി കിട്ടാൻ, അതിനെ ഒരു ലഹള ഉണ്ടാക്കി കിട്ടാൻ, കാരണം ആകെ നാണം കെട്ട് നിൽക്കുകയാണ് സർക്കാർ. അത് സ്വർണ്ണക്കൊള്ളയാണെങ്കിലും മറ്റെല്ലാ വിഷയങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ആകെ നാണം കെട്ട് നിൽക്കുന്ന, ഉടുതുണി നഷ്ടപ്പെട്ട് നിൽക്കുന്ന സർക്കാർ. അവര് ഒരു ലഹളയ്ക്ക് പിന്നിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതല്ല എങ്കിൽ എങ്ങനെ ഒരു ഭരണകൂടത്തിന് ഇത് സാധിക്കും? നമ്മൾ മതേതരത്വമൊക്കെ പറയുന്നതാണല്ലോ. ഇങ്ങനൊരു മതവിഭാഗത്തെ ഇത്തരത്തിൽ അപമാനിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് അന്നത്തെ ആ സമയം നമ്മൾ ചിന്തിക്കണം. ജനുവരി 3 എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ തിരുവാതിരയാണ്. ശരിക്കും പറഞ്ഞാൽ മാതൃദിനമാണ്. അമ്മമാര് ഭക്തിയോടെ ആനന്ദത്തോടെ ശ്രീപരമേശ്വരനെ പൂജിക്കുന്ന ദിവസമാണ് തിരുവാതിര എന്ന് പറഞ്ഞത്. ഈ ജനുവരി 3 തിരുവാതിര എങ്കിലും ജനുവരി 2 രാത്രിയാണ് ശരിക്കും തിരുവാതിര രാവു വരുന്നത്. കാരണം രാത്രിയാണ് തിരുവാതിര നാളുള്ളത്. അപ്പൊ അതേ ദിവസം നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ പാർവതിമാർ ഓരോരുത്തരും ഞങ്ങൾ അമ്മമാര് പാർവതിയാണ് എന്ന സങ്കല്പത്തിലാണ് ശ്രീ പരമേശ്വരനെ അന്ന് ആരാധിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ ആരാധിക്കുന്ന ദിവസം തന്നെ നോക്കിയിട്ട് ഇത്തരത്തിലൊരു കാര്യം, അപ്പൊ അത് അബദ്ധം പറ്റിയതൊന്നുമല്ല. വളരെ കൃത്യമായ സമയം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ലളിതകലാ അക്കാദമിയിൽ നിന്ന് ഇങ്ങനൊരു ചിത്രം തെരഞ്ഞെടുത്തു എന്നും അത് ഇത്തരം ഒരു സമയത്തേക്ക് തന്നെ ശരിക്കും തുറപ്പിട്ട് വെട്ടുക എന്നൊക്കെ ചീട്ടുകളിക്കാർ പറയുന്ന, തുറപ്പുകുലാനിട്ട് വെട്ടുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് കരുതി വെച്ചു. ജനുവരി 2 മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് നമുക്കറിയാം. 2019 ജനുവരി 2 യുവതികളെ കയറ്റി ശബരിമല സന്നിധാനം അശുദ്ധമാക്കിയത്. അപ്പൊ അതിന്റെ ശരിക്കും 7ാം വാർഷികമാണ് വരുന്നത്. അപ്പൊ അതേ ദിവസത്തേക്ക് തന്നെ ഇത് കരുതി വെച്ചു എങ്കിൽ ഇത് ചെറിയ ബുദ്ധിയല്ല അതിന്റെ പിന്നിൽ കാണിച്ചിരിക്കുന്നത്. വളരെ നിന്ദ്യമായ നടപടി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഹിന്ദു ഐക്യവേദി എല്ലാ തലത്തിലും നിയമപരമായ നടപടികൾ, ഉയർന്ന പോലീസ് ഓഫീസർമാർക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നത് തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ കേസ് കൊടുക്കാനും, അതല്ലാതെ തന്നെ ജനകീയ പ്രക്ഷോഭം ഈ വിഷയത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ഇത്തരം ഒരു ലോട്ടറി നറുക്കെടുക്കാൻ തന്നെ പാടില്ല. ഇത് സർക്കാർ ഈ ലോട്ടറി പിൻവലിക്കണം. ഇത് ആരൊക്കെയാണോ വാങ്ങിയിട്ടുള്ളത് അവർക്ക് ശരിക്കും അതിന്റെ നഷ്ടപരിഹാരം കൂടെ കൊടുത്തുകൊണ്ടാ ലോട്ടറി ടിക്കറ്റ് തിരിച്ചു വാങ്ങിക്കേണ്ടത്. കാരണം അവര് ബുദ്ധിമുട്ടി വാങ്ങിച്ചതാണ്. അപ്പൊ അവർക്ക് അതിന് നഷ്ടപരിഹാരം കൂടെ കൊടുത്തുകൊണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് മുഴുവൻ തിരിച്ചു വിളിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതല്ല എങ്കിൽ ഇവിടുത്തെ വലിയൊരു ജനവിഭാഗത്തെ അത്യന്തം വേദനയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് പതിയണം. ഇനി ഞാൻ പറഞ്ഞത് ലളിതകലാ അക്കാദമിയിൽ വരച്ചതാണ് എന്ന് പറയുന്നു. അദ്ദേഹം എന്തുദ്ദേശത്തോടെ ആയിരിക്കും ഇത് വരച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് ഇതിനെങ്കിലും ജസ്റ്റിഫിക്കേഷൻ നൽകാനുണ്ടോ? നമുക്കറിയില്ല. അതെ, കേരള ലളിതകലാ അക്കാദമിയിലെ ടോം ജോസഫ് എന്ന ആളാണ് ഈ ചിത്രം വരച്ചത്. ഇനിയിപ്പോൾ ഇത് വിവാദമായ സ്ഥിതിക്ക് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, കലയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നേക്കാം ഇവരൊക്കെ. അല്ല, തീർച്ചയായും ഇതെന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം? അദ്ദേഹത്തിന് ഇതെന്താണ് പറയാനുള്ളത്? ഏതിന്റെ ഒരു കല, ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു കലാകാരന്റെ മനസ്സിൽ ചില ഭാവനകൾ ഉണ്ടാവുമല്ലോ, ചില സന്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. ഏത് ഭാവനയും എന്ത് സന്ദേശവും പകർന്നു കൊടുക്കാനാണ് ഇത്തരത്തിലൊരു ചിത്രം വരച്ചിരിക്കുന്നത് അദ്ദേഹം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ചില വിദ്യാലയങ്ങളിൽ അവിടുത്തെ കുട്ടികളുടെ സുരക്ഷയെ കരുതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കരുതിയോ കേക്ക് മുറിക്കേണ്ട എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ മതേതരത്വത്തിന് വലിയ മുറിവ് പറ്റുമെന്ന് പറയുന്നവരാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നവര്. അതിനെതിരെ അന്വേഷണവും കോലാഹലവും ഒക്കെ കൂട്ടിയവരാണ്. അപ്പൊ അവര് ഇത് മതേതരത്വത്തെ ബലപ്പെടുത്താനാണോ ഈ നടപടി ചെയ്തത്? ഇത്തരത്തിലൊരു ചിത്രം വരച്ചത്, അതും കേരള ലളിത അക്കാദമിയുമായിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമല്ലേ, അവിടെ ഇത്തരത്തിലൊരു ചിത്രം വരച്ചത്, തെരഞ്ഞെടുത്തത് രണ്ടാമതിരിക്കട്ടെ, ഇത്തരത്തിലൊരു ചിത്രം വരച്ചത് ആ കലാകാരന്റെ ഉള്ളിൽ മതേതരത്വത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ അതിതീവ്രമായ വാഞ്ച കൊണ്ട് ചെയ്തതാണോ ഇങ്ങനൊരു ചിത്രം? ഇനി അങ്ങനെ ഒരു ചിത്രം വരച്ചത് തന്നെ ഇതിനു വേണ്ടിയായിരുന്നു. ആ ചിത്രം വരച്ചു കൊടുത്തത് ഇങ്ങനെ എവിടെയെങ്കിലും ഹിന്ദുക്കളെ അപമാനിക്കാൻ സർക്കാർ തന്നെ അതെടുത്ത് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കുമോ അത് വരച്ചു കൊടുത്തത്? അത് തന്നെ തെരഞ്ഞെടുത്തപ്പോ ആ തെരഞ്ഞെടുത്തയാള് അത് പ്രിന്റ് ചെയ്ത് ഇവിടെ എത്തിക്കുന്നവർ ഒരാളുടെ മനസ്സിൽ പോലും ഇതിൽ അരുതാത്തതൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ആകസ്മികമായി സംഭവിച്ചതല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോട്ടറി ടിക്കറ്റ് കണ്ട വഴിക്ക് ലോട്ടറി എടുത്തവർ ആദ്യം നിന്ന് ഞങ്ങളെയൊക്കെ വിളിച്ചത് ഇത് ബൾക്കായിട്ട് എടുക്കുന്ന ലോട്ടറി വ്യാപാരികളാണ്. അവർക്കിത് കണ്ടപ്പോൾ ഒരു അന്തം വിട്ടു പോയി, എന്ത് ചെയ്യണം, ഇത് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നറിയാതെ അവരാണ് പലരും ഞങ്ങളെയൊക്കെ വിളിച്ചത്. ഹിന്ദു സംഘടനാ നേതാക്കളെ വിളിച്ചത്
അവരാണ്. അപ്പോൾ അവർക്ക് കയ്യിൽ കിട്ടിയതും ഇത് അപകടമാണ് എന്ന് തോന്നിയെങ്കിൽ ഇത് ഈ ഘട്ടങ്ങളിലൊന്നും ഇത് തെരഞ്ഞെടുക്കുകയോ പ്രിന്റ് ചെയ്യുകയോ വിതരണത്തിന് റാപ്പ് ചെയ്യുകയോ വിതരണത്തിന് തയ്യാറാക്കുകയോ ഒന്നും ചെയ്തവർക്ക് ആർക്കും ഇതിലൊരു അസ്വാഭാവികതയും തോന്നിയില്ല, ഇത് തെറ്റാണ് എന്ന് തോന്നിയില്ല എങ്കിൽ അത് ആകസ്മികമല്ല, വളരെ ആസൂത്രിതമായാണ്. കാരണം ഇത് തന്നെ ചെയ്യണം എന്ന് വളരെ ബോധപൂർവം എടുത്ത തീരുമാനത്തിന്റെ ബാക്കിയാണ്. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ ഇതിനൊരു പ്രതികരണം ഉണ്ടാകുമായിരുന്നു, എവിടെയെങ്കിലും വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അതൊന്നും നടന്നില്ല എന്നതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഉന്നത തലത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചന അതിസമർത്ഥമായി നടപ്പാക്കിയതാണ്. നാട്ടിൽ കലാപം ഉണ്ടാക്കുക, ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുക, ഈ രണ്ട് ഉദ്ദേശവും ഒപ്പം നടത്തുക, ഒപ്പം ഈ പറഞ്ഞ പോലെ തന്നെ താടകമാരെയും ശൂർപ്പണകമാരെയും കയറ്റിയതിന്റെ വാർഷികം ഇത്തരത്തിൽ ആഘോഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറയാതെ വയ്യ.